കണ്ടിറങ്ങി. എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എനിക്കൊക്കെ അറിയുന്ന അല്ലെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് പരിചയമുള്ള അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലി അറിയുന്ന പലരുടെയൊക്കെ പോലെ നമുക്ക് തോന്നും. പക്ഷേ അതിനെ എൻ്റർടൈൻമെൻറ്റായി കാണുക, ഒരു സിനിമയായി കാണുക, ഒരു അങ്ങനെയൊക്കെ ഫീൽ ചെയ്ത് അല്ലെങ്കിൽ ഒരു നല്ല പടം കാണാൻ ആഗ്രഹിച്ച് ചിരിക്കാനൊക്കെ തോന്നി അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നവർ എന്തായാലും വന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് പറയുന്നതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ടോവിനോ പറയണ്ട, ഒരു കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കാണുന്ന പുള്ളിനെ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഉഷാറായിട്ടുണ്ട്. സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ക്ലീൻ എൻ്റർടൈനർ. സിനിമയ്ക്കുള്ളൊരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമ നടന്ന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ജിൻപോൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ടിങ് എന്നൊക്കെ പിന്നെ ടോവിനൊക്കെ നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു. ടോവിനായാലും സൗബനായാലും സൂരജ് കൃഷ്ണ ആയാലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. വളരെ രഞ്ജിത്തായാലും എല്ലാവരും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു നടന്മാരുടെ പെർഫോമൻസും കൂടി എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. എന്തായാലും തിയേറ്ററിൽ എല്ലാവരും കാണാം. വലിയൊരു വിജയമായിട്ട്. പടം നൈസായിരുന്നു. എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് വൈബ് ഉണ്ടായിരുന്നു. ലാൽ ജൂനിയറിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു പടം പ്രതീക്ഷയില്ല. ട്രെയിലർ കണ്ടപ്പോൾ ആക്ച്വലി ഒരു അടിച്ചുപൊളി ഫീൽ ആയിരിക്കുന്നു വിചാരിച്ചത്. പക്ഷേ അടിച്ചുപൊളിയല്ല, കളി കാര്യമാവുന്നുണ്ട്. സിനിമയിലൊരു ഇമോഷനുണ്ട്, അത് നന്നായി കണക്റ്റ് ആവുന്നുണ്ട്. സോളിഡ് സ്റ്റോറി ഉണ്ട്. പിന്നെ പെർഫോമൻസ്, ടൊവിനോ ഡിഫറെൻറ്റ് ലുക്സ് ഉണ്ട്, നല്ല സ്റ്റൈലിഷാണ്. അത് തന്നെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സൗബിനായാലും കുറച്ച് വൈബ്, ഒരു ചാർലി വൈബായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് അനൂപേനെ അതൊരു എക്സ്റ്റൻഡ് ക്യാമറ പോലെ ഉണ്ട്. അത് നൈസായിരുന്നു. പുള്ളി ക്ലൈമാക്സ് ഒക്കെ നൈസായിട്ട് ചേർന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂവിയിലെ ഫ്രെയിംസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിനെടുത്ത് പറയേണ്ട എക്ത എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂം ഡിസൈൻ, പുള്ളിക്കാരുടെ ഡ്രസ്സിങ് ഡ്രസ്സിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. മൂവി സിനിമ ആകുമ്പോൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്തൊരു സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് ത്രൂ ഔട്ട് അപ് ടു ഡൗൺ ഈ ഗോ ഇഷ്യൂസ് എല്ലാം നന്നായി പറയുന്നുണ്ട്. സോ മൊത്തത്തിലൊരു നല്ലൊരു മൂവിയാണ്. നിരാശപ്പെടുത്തില്ല, തിയേറ്ററിലൊന്ന് എൻജോയ് കാണാൻ പറ്റിയ മൂവിയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയാണ് നടികർ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു സിനിമയ്ക്കുള്ളിലൊരു സ്റ്റാറിൻ്റെ ഉള്ളൊരു നായകൻ്റെ ലൈഫ് ടോവിനത് അതിഗംഭീരമായിട്ട് ഇതിൻ്റെ ചെയ്തിട്ടുണ്ട്. പടത്തിന് യാതൊരു ലാഗും ഇല്ല, നല്ലൊരു എൻ്റർടൈനറാണ്. സിനിമയ്ക്കുള്ള സിനിമ ടോവിനോട് ശരിക്കുള്ള സ്വഭാവം കാണിക്കുന്നത് അനുഭവിച്ചവർക്കറിയാം. പിന്നെ മെത്തേഡ് ആക്ടിങ് കാണിക്കണം, ബോൺ ആക്ടിങ് ഒന്നല്ല. മിക്ക ആക്ടേഴ്സും മെത്തേഡ് ആക്ടേഴ്സാണ്. ലാലേട്ടനെ പോലെ വളരെ ചുരുക്കം ആൾക്കാരെ ബോൺ ആക്ടേഴ്സ് ഉണ്ട്. എൻ്റെ ലാഗൊന്നുമില്ല, നല്ല എൻ്റർടൈനറാണ്. ടൊവിനോ തോമസ് ആറാടുകയാണ് നമ്മുടെ നടികർ എന്ന സിനിമയിൽ. ഗംഭീര പെർഫോമൻസ് ആണ്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പണിക്കർ എന്ന കഥാപാത്രം ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റി. ഒരു ഫുൾ ടൈം ഓൺ എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. ഭാവനയാണെങ്കിലും തിരിച്ചുവരവാണ്. ഹണീബിക്ക് ശേഷം നമ്മുടെ ലാൽ ജൂനിയറിൻ്റെ ഗംഭീര ഡയറക്ഷനാണ്. എന്തുകൊണ്ടും ഫുൾ ടൈം ഫാമിലിയോടെ കാണാൻ പറ്റുന്ന ഗംഭീര ഒരു യൂത്ത് എൻ്റർടൈൻമെൻറ്റ് ആണ്. സിനിമ കുഴപ്പമില്ല. നമുക്ക് സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് എൻ്റർടൈൻമെൻ്റ് അല്ലോ. ആ പരിപാടിക്ക് എന്തായാലും നമുക്കൊരു 80% മാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പടം. എന്നാൽ ഈ സിനിമയുടെ അകത്തും പുറത്തായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ടോവി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 2 ആക്ടിങ് മെത്തേഡ് ഉണ്ടായില്ലേ, ഒന്ന് അയാൾ തന്നെ ഈ സിനിമയിൽ കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ ക്യാരക്ടറിന് വേണ്ടി അഭിനയിക്കുന്നതും അതിൽ റിയലായിട്ടുള്ള അയാളെ കുറേ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. എൻ്റർടൈൻമെൻറ്റ് പരിപാടി 2 മണിക്കൂർ നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം. അതിങ്ങനെ ഏജൊന്നുമില്ല, ആർക്കും ഒന്നും കാണാം. ഇതിപ്പോൾ കുറേ യൂത്തന്മാർ ഫാമിലി അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും കാണാം. നമ്മൾ സിനിമ കാണുന്നത് എങ്ങനെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ലേ. എൻ്റർടൈൻമെൻറ്റിനോട് താല്പര്യമുള്ളവർക്ക് ഈ പടം കാണാം. എന്തായാലും ഭാവനയുടെ തിരിച്ചുവരവ് എന്ന് പല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. തിരിച്ചുവരവെന്നല്ല, നമുക്കങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്ന ഒരു പടമാണെന്നുള്ള ഫീലൊന്നുമില്ല. നോർമലി നമ്മൾ ഭാവനയുടെ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കുറേ ഹിറ്റായ കുറേ പടങ്ങൾ, ആ പടത്തിലൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം അത്ര മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അത് ഭാവന ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലില്ല, അങ്ങനത്തെ ഒരു ഫീലൊന്നും നമുക്ക് ഈ പടം കാണുമ്പോൾ തോന്നുന്നില്ല. എന്തായാലും മേക്കിംഗ് ലെവൽ ആൾ വേറെ ടോണ പിടിച്ചിട്ടില്ല. അത് എത്രത്തോളം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊക്കെ അറിയില്ല. പക്ഷേ ആൾ രണ്ട് കുറേ കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കുറേ സിനിമയുടെ അകത്തുള്ള കുറേ സെറ്റപ്പുകൾ, സിനിമയുടെ പുറത്തുള്ള സംഭവങ്ങൾ, പിന്നെ ഒരു കളർ മൂഡാണ് പരിപാടി. നമ്മൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എല്ലാ ചേരുവകളൊക്കെ ലാൽബായ് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് സംഭവം. നമ്മൾ സുരാജേട്ട പറഞ്ഞ പോലെ വെക്കട പടി സൂപ്പർ ഹിറ്റ് പറഞ്ഞ പോലത്തെ ഒരു ഇറ്റ കടിക്കാനുള്ള സാധനം ഉണ്ട് പടം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ സൂപ്പർ താരങ്ങളെ വേണ്ട, നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യാനുള്ള ഡയറക്ടർക്ക് കഴിഞ്ഞാൽ, ഒരു ആർട്ടിസ്റ്റിന് കഴിഞ്ഞാൽ പടം ഓടും. അതിനിപ്പോൾ എത്ര പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടപ്പോൾ. ഇപ്പോൾ ഓഡിയൻസിൻ്റെ ലെവലേ വേറെയാണ്. ഏത് പടമാണ് എവിടെയാണ് ഓടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ വലിയ മെഗാസ്റ്റാറുകൾ സൂപ്പർ സ്റ്റാറുകളുടെ പടങ്ങളൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അണ്ടർ സിയാറൊക്കെ അടിച്ച്. ഇപ്പോൾ വന്ന താരങ്ങളൊക്കെ അണ്ടറും 200 അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താരങ്ങൾ വേണ്ടപ്പോൾ ജനങ്ങൾക്ക് പടം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ? അത് ഡയറക്ടർക്കാണെങ്കിൽ ആർട്ടിസ്റ്റാണെങ്കിൽ സാധിക്കുകയാണെങ്കിൽ പടം ആരതാണെങ്കിലും ഓടും. അതാണ് ഇപ്പോൾ ഇന്നത്തെ മലയാളം ഇൻഡസ്ട്രി. വേറെ സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഡിഫറൻറ്റ് അതാണ്. അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ താരങ്ങൾ വേണം, ഒന്ന് കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടണം. ഇവിടെ അങ്ങനെ വേണ്ട. നല്ല കണ്ടന്റ് പടങ്ങൾ ആരെടുക്കുന്നോ അവർക്കാണ് കയ്യടി. ഇപ്പോൾ
അത് എടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഇന്നത്തെ ആ ലെവലിൽ മേയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഡയറക്ടർമാർ വെല്ലുവിളി. അത് സാധിക്കുകയാണെങ്കിൽ ഏത് പടം കൊടുക്കും.